മഹീന്ദ്ര ഇറ മോട്ടോഴ്സിൻ്റെ ഫറൂഖിലെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. ലോഞ്ചിങ് ഫംഗ്ഷനൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളോട്ട് കയറാം. സീരിയൽ സിനി ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ രണ്ടുപേരെയും സോ ഈ രണ്ട് വണ്ടികളെ കുറിച്ച് എന്ത് റിവ്യൂ ചെയ്യുമ്പോഴും വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് കാണാനുള്ള ഓഡിയൻസിന് വരുന്നത്. സോ താർ എന്ന് പറയുന്നത് ഓഫ് റോഡ് രംഗത്ത് ഒരു ഐക്കണായി മാറിയ ഒരു വെഹിക്കിളാണ്. ഇപ്പോൾ അത് താറിൻ്റെ ഒരു പുതിയ ജനറേഷൻ വന്നിരിക്കുകയാണ്. ഇപ്പം ഓഗസ്റ്റ് 15-നായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. ലോഞ്ച് എന്നാൽ ഫസ്റ്റ് ഷോ ചെയ്തിരുന്നത്. ഇന്ന് മഹീന്ദ്ര ഡേ ആണ്. മഹീന്ദ്രൻ്റെ ജന്മകൊണ്ട ദിവസമാണ് October 2 ഗാന്ധി ജയന്തിൻ്റെ അന്നാണ്. അതുകൊണ്ടാണ് മഹീന്ദ്ര ഇന്ന് മാർക്കറ്റ് ലോഞ്ച് നടത്തിക്കുന്നത്. ഓൾ ഇന്ത്യ ലോഞ്ച് ഒന്നും നടന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരു കാലിക്കറ്റ് നടത്തിയെങ്കിൽ പല സ്ഥലത്തും ലോഞ്ച് നടക്കുന്നുണ്ട്. 9.8 lakhs മുതൽ 12.95 lakhs വരെയാണ് ഇതിന് വില വരുന്നത്. കേരളത്തിൽ ചെറിയ പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ സെസ് കൂടെ വരുന്നുണ്ട്. ഫ്രണ്ട് സെസ് November 1st വീക്കോടുകൂടി ലോഞ്ച് മാർക്കറ്റിലെത്തും. വണ്ടി ഡെലിവറി തുടങ്ങും. സോ ഇന്ന് മുതൽ നിങ്ങൾക്ക് വണ്ടി കാണാം. ടെസ്റ്റ് ഡ്രൈവ് ഇപ്പോൾ തുടങ്ങുന്നവർ പറയും. അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. എനിവേ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളൊരു താറാണ്. താറിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ താർ എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എന്താ പറയുക, എല്ലാ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഫ്രം സ്ക്രാച്ച് പുതിയ ബിൽഡ് ചെയ്തില്ല. എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ ഒന്നും ടൈം കിട്ടുന്നില്ല. സോ താങ്ക് യു ഫോർ ജോയിനിങ് ആൻഡ് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസം എനിക്കിവിടെ ഈ ഒരു താറിൻ്റെ ലോഞ്ചിങ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഞാനൊന്നും പറയാനില്ല. എന്തായാലും എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ മഹീന്ദ്രയുടെ ഈ ഷോറൂമിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനോടും GM-നോടും എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വിനീഷ് ചേട്ടനോട് താങ്ക് യു. ഓൾ ന്യൂ താർ 2020 ഈ ടൈപ്പ് ഓഫ് വെഹിക്കിൾ ആഗ്രഹിക്കുന്ന കസ്റ്റമർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം കൊടുത്തുകൊണ്ട് മഹീന്ദ്ര താർ 2020 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മളൊരു യൂട്യൂബ് ചാനലാണ്. നമുക്ക് ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ള റിവ്യൂസ് നോക്കാം. റോക്ക് ബുൾ മീഡിയയുടെ മെമ്പേഴ്സിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ രണ്ടാളുകളുണ്ട്. കോഴിക്കോട് ടീം താറിൻ്റെ SM നൗജിത് സർ, അതേപോലെ ക്രാക്ക് ടീം മെമ്പർ വിനേഷ് സർ. നമസ്കാരം. റോക്ക് ബുൾ മീഡിയയിലേക്ക് സ്വാഗതം. സോ ഞങ്ങളൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം സ്റ്റാറ്റസുകളിൽ എവിടെ നോക്കിയാലും, യൂട്യൂബ്, ഫേസ്ബുക്ക്, എവിടെ നോക്കിയാലും താറാണ്. എന്താണ് സർ പറയാനുള്ളത്? നമസ്കാരം. സോ നമ്മയും വളരെയധികം എക്സൈറ്റ്മെൻ്റാണ്. കാരണം മഹീന്ദ്ര എന്താണോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ളൊരു പ്രൊഡക്റ്റ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 6 month ആയി ഈ ഒരു പ്രൊഡക്റ്റ്. വളരെയധികം പിന്നെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് നോക്കുകയാണെങ്കിലും വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റും ഒരുപാട് ഫീച്ചേഴ്സും. അതായത് നമ്മൾ ഇപ്പോഴത്തെ ഒരു കസ്റ്റമേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു കസ്റ്റമർ ഒരു എമൗണ്ട് മുടക്കുന്ന സമയത്ത് അവർക്ക് അവരെ ഉള്ളിലേക്ക് വരുന്ന ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ സേഫ്റ്റി, അല്ലെങ്കിൽ ടോട്ടലി ലൈഫ് സ്റ്റൈൽ, അതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ കൂടി മഹീന്ദ്ര നമുക്ക് ലോഞ്ച് ചെയ്തത്. നമ്മൾ വളരെ എക്സ്പെരിമെൻ്റഡ്. കാരണം കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രൈസ് എടുക്കുന്ന സമയത്ത് ഒരു ലക്ഷറി കസ്റ്റമർ ചിന്തിക്കുന്ന ഒരു ഫീച്ചേഴ്സ് നമുക്കിപ്പം ഈ ഒരു താറിന് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതും പിന്നെ നമ്മൾ അറിയാം ഓൾറെഡി അഡ്വഞ്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കംഫർട്ടും അതും നമുക്ക് ഈ ഒരു പുതിയ ന്യൂ താർ 2020 വന്നിട്ടുണ്ട്. സോ അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സും ഡീറ്റെയിൽസിലേക്കും വേണ്ടിയിട്ട് ഞാൻ വിനീഷിനെ ക്ഷണിക്കുന്നു. വിനീഷ്. വിനീഷ് സാർ നമസ്കാരം. ലുക്ക് വൈസ് സ്റ്റാർട്ടിങ് നമുക്ക് ലുക്ക് വൈസ് തന്നെ തുടങ്ങാം. ഒരു രക്ഷയില്ല.
ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു പഴയ താറ്, ഒരു പുതിയ താറ് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പഴയ താറിന്റെ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിൽ മാറ്റി കളഞ്ഞു എന്ന് തന്നെ പറയാം അല്ലേ. ആ ഒരു ഫ്രണ്ട് വ്യൂ തന്നെ ലുക്ക് വൈസ് അമേസിംഗ് ആണ് അല്ലെ. എന്താണ് സാർ ഇതൊരു ഇത്രയും ഒരു മനോഹരമാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എടുത്തു പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുനാഥ് പറഞ്ഞ ഫ്രണ്ട് വീലില്, അതായത് നമുക്കൊരു ഐക്കോണിക് ഡിസൈൻ എന്നുള്ള രീതിയിലാണ് ഫ്രണ്ട് വീല് വന്നത്. പിന്നെ അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഭാഗമായിട്ട് നമ്മൾ ഫൈബറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ബോണറ്റ് കണ്ടത് സ്ലോപ്പിംഗ് ബോണറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലുക്കായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതായത് ഇതിന്റെ ലുക്കിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് അവരാണ് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇതിൽ കാണുന്നുണ്ട്, വീട്ടിൽ നമുക്ക് ഇതിൽ കാണാനുണ്ട്. ആ ഇതിൽ ഓൾവേസ് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ചാനലിലൂടെയാണ് റിവീൽ ചെയ്യുന്നത് തോന്നുന്നു എനിക്ക്. 13 വേരിയന്റിലാണ് LX-ഉം AX-ഉം ആയിട്ട് 13ഓളം വേരിയന്റുകളാണ് പുതിയ കാർ ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ക്ലാഡിംഗ് അല്ലെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലാഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഇൻഡിക്കേറ്റർ, പിന്നെ നമ്മുടെ പഴയ ഒരു വണ്ടി കാണുന്ന ഒരു നമുക്ക് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ലിപ്പ് കാര്യങ്ങളാണ് വെരി സ്മൂത്താണ്. നമുക്ക് ഇതിന്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സൈഡിലെ കീഴാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കതിന്റെ അപ്രോച്ച് ആംഗിൾ, അതായത് ഫ്രണ്ടിൽ നമുക്ക് എടുത്തു വരേണ്ട കാര്യമാണ് ഫ്രണ്ടിലുള്ള അപ്രോച്ച് ആംഗിൾ. അതായത് നമുക്ക് ഏതൊരു ടെറയിലും മണ്ണാണെങ്കിൽ എന്ത് ഈ ടെറയിൽ ഉപയോഗിക്കുന്നത് ഈ അപ്രോച്ച് ആംഗിൾ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് അപ്രോച്ച് ആംഗിൾ വന്നിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ എടുത്ത് വരുന്നത് നമുക്ക് ഫുൾ, അതായത് നമുക്ക് പ്രൊഡക്ഷനിൽ വരുന്നത് അലോവീൽസ് ആണ്. അലോവീൽസ് എന്താ പറയാ ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു കൂടുതലും ഈ ടൈപ്പ് ഓഫ് വണ്ടി സ്ത്രീകളാണ് അല്ലെ വേണ്ട എന്ന് പറയുന്ന ഒരു സംഭവം. പക്ഷെ ഒരു ലൈഫ് സ്റ്റൈൽ വണ്ടി, ഒരു XUV അല്ലെ, ഒരു XUV പ്ലസ് ഒരു അഡ്വഞ്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ വെഹിക്കിളാണ്. പിന്നെ ഫാമിലി വെഹിക്കിൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഏറ്റവും കാര്യം ഫ്രണ്ട് ഫേസിങ്. പഴയ കാർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ വിചാരിക്കുന്ന സംഭവം ഫ്രണ്ട് ഫേസിങ്, അങ്ങനെ ഫ്രണ്ട് ഫേസിങ് കൂടി കൊണ്ടുവന്നു. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ മഹീന്ദ്ര കസ്റ്റമേഴ്സിനെ മനസ്സറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം നമുക്ക് ഇതിന്റെ ഓൾമോസ്റ്റ് നമുക്ക് ഏകദേശം 1.5 വർഷം തന്നെ എടുത്തു. നമുക്ക് ഓൾമോസ്റ്റ് അതിന്റെ അനൗൺസ് ചെയ്തിട്ട് 6 മന്ത് more than 6 month ആയി അത് അനൗൺസ് ചെയ്തിട്ട്. നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഓൾറെഡി 23 വെഹിക്കിൾ വരുന്നു പറഞ്ഞു. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അതിലൊരു ഈ ഒരു ടൈപ്പ് ചേഞ്ചസ് വളരെ മനോഹരമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. കാരണം ഫിനിഷിംഗ് ആണ്, അതിന്റെ ഫിനിഷിംഗ് ആണ് ഏറ്റവും വലിയ കാരണം. ക്വാളിറ്റിയാണ് അതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയുന്നത്. കാരണം ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ ടൈപ്പ് വണ്ടി നമ്മൾ എന്തോ ഒരു ചെറിയ ഇളക്കം അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാം. പക്ഷെ തീർച്ചയായും നമ്മൾ അതിന്റെ ആ ഫീലിംഗ്, അതിന്റെ ക്വാളിറ്റി, ഒരു ഇന്റർനാഷണൽ ഒരു ക്വാളിറ്റി നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ നമുക്ക് പ്ലാനിങ് വളരെ മനോഹരമായിട്ടുള്ള ഇതില് വരുന്നത് ഹാർഡ് ടോപ്പ്, അതേപോലെ സോഫ്റ്റ് പിന്നെ പിന്നെ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയാ ഒരു പ്ലാനിങ് ബാക്കോട്ട് വന്നിട്ടുണ്ട്. പ്ലസ് നമ്മളൊക്കെ എന്താ പറയാ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവണം ആഗ്രഹിക്കുന്നത് എന്താ പറയുക, ഇതൊക്കെ കാണുന്ന ഒരു ഹരാണ് സത്യം പറയുകയാണെങ്കിൽ. ഇത് നേരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ തീർച്ചയായിട്ടും. ഇത് നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയാ ഈ ഒരു ടെയിൽ ലാമ്പ് കാര്യങ്ങള്
അതിലും താഴ്ന്നൊരു ബാഡ്ജിൽ തോന്നിക്കുന്നു. പിന്നെ എന്താ പറയാ ഇതേപോലെ സ്റ്റെപ്പിനിലും ബാക്കോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ബൂട്ട് സ്പേസ് തീർച്ചയായിട്ടും എന്താ പറയാ പ്ലസ് ഇതിന്റെ ഈ ഒരു മിറർ നമുക്കിതിന്റെ ബൂട്ട് സ്പേസ് പറയുന്നല്ലോ വരുന്നത് നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ 50 സീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്കൊരു 3 പേരുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതായത് ഒന്നും ഇടങ്ങിയ കാണിച്ചു ഇനി ഇതിൽ 50-50 സ്പ്ലിറ്റ് അപ്പ് ആണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലഗേജ് ആ രീതിയിൽ നമുക്ക് ഈ 3 പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിലും വളരെ കംഫർട്ട് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ലഗേജ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഇത് ബാക്ക് സൈഡ് വളരെ മനോഹരമാക്കുന്നത്. ഇത് ഹൈഡ്രോളിക് ഇതാണ് വരുന്നത്. ഹൈഡ്രോളിക് ആണ്. ഇത് ഹൈഡ്രോളിക് ഇതിലാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ സൗണ്ട് കേൾക്കുന്നത് നമുക്കറിയാം ഇതിൽ ക്വാളിറ്റിയുടെ എത്രത്തോളം ഒരു നമുക്ക് തരുന്നുണ്ട്. പ്ലസ് ഈ ഒരു അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വ്യൂ ഭയങ്കരമായിട്ടൊരു വേണം. ഓഫ് റോഡൊക്കെ പോകുന്ന ആളുകളാണെങ്കിലും ഇരിക്കുന്ന ആളുകൾക്ക് ആ ഒരു ഡ്രൈവിന്റെ എല്ലാ രീതിയിലും ഇതിൽ ഓഫ് റോഡ് വന്ന് പറഞ്ഞ കൃഷ്ണ ഓൾറെഡി പറഞ്ഞു. അതിനെന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും നമുക്ക് അത്ര സെറ്റ് ഭാഗമായിട്ട് ഇതിന്റെ റോൾ ഗേജ് വന്നിട്ടുണ്ട്. കാരണം ആദ്യം നമുക്ക് ഓഫ് റോഡ് പോകുന്ന വെഹിക്കിൾ എല്ലാവർക്കും അറിയാം, ഓഫ് റോഡേഴ്സിന് അറിയാം. ഈ റോൾ ഗേജ് നല്ല സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. കാരണം അത് നമുക്ക് ഉള്ളിൽ കയറുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് ഞാൻ പരിചയപ്പെട്ടു. വിത്ത് 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് നമുക്കത് വന്നിരിക്കുന്നത്. സമയപരിമിതി കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പോകേണ്ടി വന്നത്. അപ്പൊ നമുക്ക് ഇനി എക്സ്റ്റീരിയറിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമുക്കൊരു ഇന്റീരിയർ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ജിഷു നമുക്കിതില് നമുക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഈസി വെരി അതായത് നമുക്ക് ഇതിന്റെ ഏറ്റവും പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റിംഗ് നമുക്കറിയാം. അതായത് ഓഫ് റോഡ് പോകുന്ന വണ്ടിയാണ് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിന്റെ സീറ്റിംഗ് അതായത് പൊസിഷൻ അതായത് മറ്റേ സീറ്റിംഗിന്റെ എഡ്ജിൽ വരുന്നത് അതായത് നമുക്കൊരു കംഫർട്ട് അതെ അതെ തീർച്ചയായും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അവിടെ ഇരുന്നോളും ചുരുക്കം പറയാം എവിടെ പോയില്ല അവിടെ പക്ക മലയാളത്തിൽ പറയുകയാണെങ്കിൽ എവിടെയും പോയില്ല. പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ലിവർ വരുന്നത് അതായത് ടോപ്പില് അതായത് കോർണർ സീറ്റിന്റെ ടോപ്പിലെ ലിവർ വരുന്നുണ്ട്. അത് ലിഫ്റ്റ് ചെയ്യാം. ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് പിന്നെ ജസ്റ്റ് മൂവ് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ആക്സസ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് എത്ര തടിച്ച ആളാണ് ഞാൻ എന്നിട്ടും സിമ്പിൾ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പോവാം. പിന്നെ അത് കൂടാതെ ജിഷ്ണോട് ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ജിഷ്ണോ തന്നെ കംഫർട്ട് ആയിട്ട് ഇനി അതിന്റെ ലെഗ് സ്പേസും കൂടി ഞാൻ കാണിച്ചാ. ഓക്കെ ഹൗ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ച്. ബാക്ക് സൈഡിൽ ആ ഒരു എന്താ പറയാ ഇരിക്കാൻ പറ്റുന്ന ഒരു മിറർ വ്യൂ പ്ലസ് ഓഫ് റോഡ് ആണെങ്കിലും നമുക്കൊരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ളതാണ് റോളർ ഗേജ്. അതായത് നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്ന റോളർ ഗേജ്. വിനീത് സർ ഇതില് സ്പീക്കേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത് ഒരു റൂഫ് മൗണ്ട് ടൈപ്പ് ആണ്. ജിഷ്ണു അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്താ വെച്ചാൽ നമ്മള് തികച്ചും ഓഫ് റോഡ് വെഹിക്കിൾ മാത്രമല്ല നമുക്ക് അതായത് ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ 650 mm അതായത് വാട്ടർ എൻഡിങ് കപ്പാസിറ്റി ഉണ്ട്. അതായത് നമുക്ക് ടയറിന്റെ ആ ലെവൽ വരെ നമുക്ക് ഇത് വെള്ളത്തിൽ കൂടെ അതായത് 6 to 7 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ നമുക്ക് ഡോറിലാണ് ഇതിന്റെ സ്പീക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് ഡോറിലാണ് നോർമലി വെഹിക്കിൾസ് വരാറ്. അപ്പോൾ അത് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം വെള്ളത്തിൽ കൂടെ പോകുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂഫ് മൗണ്ടഡ് സ്പീക്കേഴ്സ് കൊടുത്തേക്കുന്നത്. കാരണം അത് അത്രയും ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു വെഹിക്കിൾ അതായത് ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആണ്. സ്ത്രീകളെ കുട്ടികളെ കയറുന്നതാണ്. അപ്പൊ മ്യൂസിക് എന്റർടൈൻമെന്റ് കാര്യങ്ങൾ വേണ്ടതാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നേരത്തെ ജിഷ്ണു പറഞ്ഞത് അത്രയും പഠിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു വെഹിക്കിൾ മഹീന്ദ്ര ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതിന്റെ റൂഫ് മോഡൽ സ്പീക്കേഴ്സും കാര്യങ്ങളും വന്നേക്കുന്നത്. സർ ഇനിയിപ്പം നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു 7-inch ഡിസ്പ്ലേ 7-inch ഡിസ്പ്ലേ വരുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ഒരു എന്താ പറയാ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. അതൊക്കെ താങ്കൾ ഫസ്റ്റ് ടൈം ആണ്. തീർച്ചയായിട്ടും ഇതിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കംഫർട്ട് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അതേപോലെ പുറത്തൊന്നും പോവാതെ. അതേപോലെ സ്വിച്ചസ് ആണെങ്കിലും എന്താ പറയാ സ്വിച്ചസിന് ഒരു പ്രത്യേകത ഉണ്ട് ജിഷ്ണു. അതായത് നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP54 സ്വിച്ചുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അതിന് നമുക്ക് കുറച്ച് ഡസ്റ്റ് അതായത് വെള്ളം കാര്യങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് കാരണം പറഞ്ഞ കാര്യം പിന്നെയും പറയുന്നത് ഓഫ് റോഡ് വെഹിക്കിളിനെ ഉപയോഗിക്കാൻ പറ്റും. അതായത്
പൊടി ചളി അങ്ങനത്തെ കാര്യങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഡസ്റ്റ് പ്രൂഫുള്ള രീതിയിലാണ് നമുക്കിത് IP54 സ്വിച്ചുകളാണ് നമുക്കിതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻസ്, നാവിഗേഷൻ കാര്യങ്ങൾ. ഇതിൽ വേറൊരു കാര്യമുണ്ട്, മഹീന്ദ്ര നടത്തുന്ന അഡ്വഞ്ചർ, അതായത് നമുക്ക് കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് അതിൽ എല്ലാം സേവ്ഡ് ആണ്. അഡ്വഞ്ചർ വെഹിക്കിൾസ് അതിന്റെ ഡേറ്റ് കാര്യങ്ങൾ അത്ര അഡ്വാൻസ്ഡ് ആണ് നമ്മൾ ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നത്. താഴോട്ട് പോവാണെങ്കിൽ നമുക്ക് USB പോർട്ട് ഉണ്ട്, ചാർജിങ്ങിന്റെ മൊബൈൽ ചാർജിംഗ് പോർട്ട് ഉണ്ട്, ഓക്സ് ഉണ്ട്, എല്ലാം അതായത് ഒരു വെഹിക്കിളിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും നമുക്ക് പവർ വിൻഡോസിന്റെ സ്വിച്ചുകൾ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് പവർ വിൻഡോ സ്വിച്ച് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഗിയറിന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2H മോഡലാണ് നമ്മൾ വെഹിക്കിൾ നോർമൽ കണ്ടീഷനിൽ, അതായത് നമ്മൾ ഓൺ റോഡിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് 2H മോഡലാണ്. അത് നമുക്ക് പിന്നെ നമുക്ക് ഡിക്ഷണറിയിൽ കാണാൻ പറ്റും 4H ആൻഡ് 4L. അതെ 4H എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, മീൻസ് മണൽ അങ്ങനത്തെ രീതിയിലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ് 4H. 4L എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മഡ് ആയിട്ടില്ല, അതായത് കുറച്ചുകൂടി ഹെവിയസ് ആയിട്ടുള്ള അത് രീതിയിൽ ഉപയോഗിക്കാനാണ് 4L. രണ്ട് രീതിയിലുള്ള പർപ്പസ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ആണ് ലൈഫ് സ്റ്റൈല്, ഇപ്പൊ ഓഫ് റോഡ് ആണെങ്കിൽ ഓഫ് റോഡ്, ഇതിന് നമുക്ക് വളരെ കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ നേരത്തെ ടയറിന്റെ കാര്യം നമ്മൾ അലോയ് വീൽസിന്റെ കാര്യം പറഞ്ഞു. അതിൽ എസ്പെഷ്യലി എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓൾ ടെറൈൻ ടയേഴ്സ് ആണ്. ഓൾ ടെറൈൻ ടയേഴ്സ് നമുക്ക് ഓൺ റോഡും ഓഫ് റോഡും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടയേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും യാത്ര അത്രയും കൺവീനിയന്റ് ആയിരിക്കും. ഹൈഡ്രോളിക് ഇലക്ട്രോണിക് അല്ല, ഹൈഡ്രോളിക് ആണ്. അതായത് നമ്മളിപ്പം ഇലക്ട്രോണിക് ഒഴിവാക്കി ഹൈഡ്രോളിക് ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് പോകുന്ന വെഹിക്കിളാണ്. അപ്പൊ ഓഫ് റോഡ് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് അതില് ചെളി, വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇലക്ട്രോണിക് ഇതാവുന്ന സമയത്ത് ഡാമേജ് വരാൻ ചാൻസ്. സോ അതുകൊണ്ടാണ് ഹൈഡ്രോളിക് യൂസ് ചെയ്യാൻ. ഇതിനൊരു കംഫർട്ട് ശരിക്കും എന്താ പറയാ, ആ ഒരു ഫീൽ ശരിക്കും അനുഭവിച്ചു തന്നെ അറിയണം. കാരണം എന്താ പറയാ, ഭയങ്കര കംഫർട്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ. ഇതിലൊരു ടെസ്റ്റ് അല്ലേ, സ്റ്റിയറിംഗ് ആണ്. സോ ഈ ഒരു ഫെസിലിറ്റി, പിന്നെ ഒരു വ്യൂ ഒരു രക്ഷയില്ല. നമുക്ക് ഒരു എന്താ പറയാ, ഒരു അത് മഹീന്ദ്രന്റെ എല്ലാ വെഹിക്കിളും ഒരു രാജാവ് ആണ് സത്യം പറഞ്ഞാൽ. വിസിബിലിറ്റി ഭയങ്കര വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസ്. നമുക്ക് ഏതൊരു വണ്ടി പ്രേമിയെ പോലെ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. നമുക്ക് റോക്ക്ബോൾ മീഡിയയ്ക്ക് ഇന്ന് ഇതിന്റെ പ്രൈസ് അനൗൺസ് ചെയ്യുന്നത് ഇറ മോട്ടോഴ്സിന്റെ GM രജി സാർ. സാർ നമസ്കാരം. ഞങ്ങൾക്ക് ഇനി അറിയേണ്ടത് ഇതിന്റെ ഒരു പ്രൈസ് ആണ്. കാരണം എവിടെയും ചില ഊഹങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. സോ അത് സാറിന്റെ അടുത്ത് നിന്ന് അറിയാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യം. എന്താണ് ഇതിന്റെ ഒരു പ്രൈസിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? AX വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9.8 lakhs പെട്രോൾ സ്റ്റാർട്ട് ചെയ്തത് 13.75 ആണ് ഹൈ എൻഡ് ഓപ്ഷന്റെ പ്രൈസ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഹൈ എൻഡ് ആയിട്ട് 13.75 ആണ്. ഓക്കെ, വളരെ അട്രാക്റ്റീവ്. കാരണം പല ന്യൂസിലും ഒക്കെ എഴുതുന്നത് 13 to 16 അല്ലെ, 13 to 16 ആയിരിക്കും. കാരണം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് കൂടിയാണ്. ഓക്കെ, സോ എനിവേ എന്താ പറയാ, ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഇവിടെ വന്നത്. ഈ ഒരു സ്റ്റാറ്റസുകളിൽ എവിടെ നോക്കിയാലും അത് നേരിട്ട് കാണാൻ പറ്റി. സോ എടുത്തു പറയാനുള്ളത് മോട്ടോഴ്സിന്റെ ഒരു സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരും താങ്ക്സ് പറയാനുണ്ട്. താങ്ക് യു സർ. താങ്ക് യു.